നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള 4 ഘട്ടങ്ങളിലെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനി പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് എന്താണ്, അത് ക്വാഡ്രന്റുകളിൽ എന്ത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് വരയ്ക്കുകയാണെങ്കിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്, അത് വിവിധ ഷേപ്പുകളിലാണെങ്കിൽ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പരിപാടി. ഈ സെഷനിൽ നമ്മൾ റെക്ടാങ്കിളും സർക്കിൾ പ്ലെയിനുമാണ്, സർക്കിൾ പ്ലെയിനുമാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം, ABCD സ്ക്വയർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയ്ക്കായിരുന്നാലും നമ്മുടെ ഇൻസ്ട്രക്ഷൻ പർപ്പസിന് നമ്മൾ എന്ത് ജോമെട്രിക്കൽ രൂപങ്ങൾ വരച്ചാലും പിന്നെ ഇവയെ ഒരു നെയിം, നമ്മൾ ഒരു പേര് കൊടുത്തിരിക്കണം. ABCD, പെൻറ്റഗൺ 5 വശമുള്ളതാണ് പെൻറ്റഗൺ, ABCD, അതുപോലെ ഹെക്സഗൺ, അതുപോലെ സർക്കിളാണ് സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇക്വിലേറ്റർ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഇങ്ങനെ വിവിധ ജ്യാമിതീയ രൂപങ്ങൾ നമുക്ക് പരിചയം. ഇനി നമുക്ക് അതിൻ്റെ ഒരു അനിമേഷൻ കണ്ടുകൊണ്ട് കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. നമുക്കറിയാം 4 ക്വാഡ്രന്റായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതിൽ നമ്മൾ പ്രൊജക്ഷൻ പർപ്പസിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പർപ്പസിനും ഫസ്റ്റ് ആംഗിളും ഫസ്റ്റ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. അത് ഇൻസ്ട്രക്ഷണൽ പർപ്പസിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പ്ലെയിൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് പച്ച നിറത്തിലുള്ള ഒരു പ്ലെയിനാണ്. പ്ലെയിൻ വരച്ചു കഴിയുമ്പോൾ അതിൻ്റെ താഴേക്കുള്ള അതിൻ്റെ റെഫറൻസ് പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യും. അത് അല്പം ചെരിഞ്ഞിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ മാറ്റം? നമ്മൾ നേരത്തെ ഉള്ളത് ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് പരന്നിരിക്കുന്നു, അതിൻ്റെ ഒരു വശം നമ്മൾ അല്പം ഉയർത്തി. അപ്പോൾ ഇതിൽ പ്രത്യേക ആംഗിൾ, അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന് അല്പം ഡിഗ്രി ഉയർത്തി കഴിഞ്ഞപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്നു, നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് അല്പം ഉയർത്തി, അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ പ്ലെയിനിനും ഈ ലാമിന് അല്പം ഉയർത്തിയാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നാണ് അടുത്ത നീല ചതുരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ടോ? ഓക്കെ. അടുത്തത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിന് പാരലായിട്ട് ഒരു ലാമിന, ലാമിന എന്ന് തന്നെ പറയാം, തിക്നെസ് ഇല്ലാത്ത സാധനത്തിന് ലാമിന. അതിനെ നമ്മൾ നിശ്ചിത അകലത്തിലാണ് പാരലായിട്ട് വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ അല്പം ചരിച്ചു. അപ്പോൾ വരുന്ന പ്രൊജക്ഷൻസ് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, ആ പ്രൊജക്ടേഴ്സ് എവിടെയാണ്, ആ പ്രൊജക്ഷൻ പോയിന്റ്സുകൾ എവിടേക്കാണ് എന്നത് നമ്മൾ പരിശോധിക്കും. അപ്പോൾ എ എന്നുള്ളതിന് ഡി ഉണ്ടാവും, എയുടെ മറ്റൊരു പോയിന്റാണ്. അപ്പോൾ ഒരെണ്ണം ബ്രാക്കറ്റ് കൊടുത്തിരിക്കും. 2 പോയിന്റ് ഒരു സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്, ഒരെണ്ണം ബ്രാക്കറ്റ് കൊടുക്കും. നമ്മൾക്ക് ടോപ്പ് വ്യൂ എവിടെ വരും? ടോപ്പ് വ്യൂ താഴെ വരും. ഇനി വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് വരുന്ന പ്രൊജക്ഷൻസ് പരിശോധിക്കാം. ABCDയിൽ നിന്നും പോകുന്ന പ്രൊജക്ഷൻ പോയിന്റ്സ് നമ്മളത് നിവർത്തി വെക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കടലാസിൽ XY ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഫ്രണ്ട് വ്യൂ ആണ്. കാരണം ഡാഷ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട് വ്യൂ ആണ്. എത്ര അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എത്ര ഉയർന്നിരിക്കുന്നു എന്നാണ് ഈ ഡയമെൻഷൻ കാണിക്കുന്നത്. ഇതതിൻ്റെ ടോപ്പ് വ്യൂ. ഇനി അതുപോലെ ABCD, മറ്റൊരു ABCD ഇരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് അല്പം വെർട്ടിക്കൽ പ്ലെയിനിൽ അല്പം ചെരിഞ്ഞായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് മാറ്റമാണ് വരിക എന്ന് നോക്കാം. നമ്മൾ ABCD ഡാഷ് മാർക്ക് ചെയ്തു, താഴെ DA. ഇവിടെ ശ്രദ്ധിക്കണം, A എന്ന് പറയുന്നത് താഴെയുള്ള വശമാണ് കാണിച്ചത്.
ഡി എ ബ്രാക്കറ്റിൽ ഡി പുറത്ത്. അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണ് D1. ഇത് എത്ര ഡിഗ്രി ബി പിക്ക് ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീറ്റ. ഇത് എത്ര അകലത്തിലാണ് സി അല്ലെങ്കിൽ ബി എന്ന പോയിന്റ് നിൽക്കുന്നത് എന്നുള്ളത് D2. ഇത് പല ആവർത്തി വീഡിയോ കണ്ടുകൊണ്ട് വായിച്ചു ഒബ്സർവ് ചെയ്തുകൊണ്ട് വേണം ഈ പ്രൊജക്ഷൻസ് മനസ്സിലാക്കാൻ. കൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. അത് പരിശോധിച്ച് അത് റഫായിട്ടൊന്ന് വരച്ച് നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണയിൽ എത്തിച്ചേരാൻ. HP എവിടെ ഇരിക്കുന്നത് നോക്കാം. HP യിലിരിക്കുന്ന ഒരു ലാമിന, റെക്ടാങ്കിൾ ലാമിന നേരെ പൊന്തി അതിനുശേഷം VP യിൽ നിന്ന് അല്പം ഡിഗ്രി ചെയ്യും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വരയ്ക്കാൻ കഴിഞ്ഞൊന്നുമില്ല. 1-2 സ്റ്റേജ് വരച്ചിട്ട് വേണം, റെഫറൻസ് ലൈൻസ് എടുത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ യഥാർത്ഥ ആൻസറിലേക്ക് എത്താൻ. ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എത്ര ഉയർന്നിരിക്കുന്നു എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒക്കെ ട്രൂ ലെങ്ത് തന്നെയാണ്, അതിനൊന്നും വ്യത്യാസമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്നത് എത്ര ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു എന്നും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴേക്ക് അതിൻ്റെ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കണം. ശ്രദ്ധിച്ചോളണം. വരച്ചിട്ട് റെഫറൻസ് പോയിന്റുകൾ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തണം. B1, C1, D1, A1. ഓക്കെ. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ സ്റ്റെപ്പ് 3ലേക്ക് കിടക്കും. സ്റ്റെപ്പ് 2 ആയി നമ്മുടെ ആൻസർ ആയിട്ടില്ല. സ്റ്റെപ്പ് 2 വരെ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജിൽ ഈ റെഫറൻസിനകത്ത് മാറ്റില്ല. ഈ റെഫറൻസിനെ ഇങ്ങോട്ട് നമ്മൾ പകർത്തി വരയ്ക്കും. പകർത്തി വരച്ചിട്ട് VPക്ക് എത്ര ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു എന്ന് രീതിയിൽ പകർത്തി വരയ്ക്കും. അതിനുശേഷം മുകളിലേക്ക് പ്രൊജക്ഷൻ ലൈൻസ് എന്ന് വരയ്ക്കും. ഇവിടെ നിന്നും ഇങ്ങോട്ട് എന്ത് വരയ്ക്കും? പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കും. പ്രൊജക്ഷൻ ലൈൻസ് വരച്ചിട്ട് എ പോയിന്റ്, ഇവിടെയുള്ള എ പോയിന്റായിട്ട് എവിടെ പോയിന്റ് ചെയ്യുന്നു അത് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ BC ഈ പോയിന്റുകൾ വരുന്നത് തെറ്റിപ്പോകും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് C വരുന്നു. മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതാണ് സ്റ്റെപ്പ് 3യിലാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ മറ്റൊരു ജ്യാമിതീയ രൂപത്തിൻ്റെ വരയ്ക്കുന്നു. VPക്ക് ചെരിഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എഴുതും. ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. Problem: a rectangular 50 mm into 20 mm plate of negligible thickness has its surface inclined at 60 degree to the HP and one of its smaller side is inclined at 30 degree to the VP. Draw its projections. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വായിക്കാം. തന്നിട്ടുള്ള ഫൈൻഡിങ് നമ്മൾ എടുത്തെഴുതും. എന്താണ് സോൾവ് ചെയ്തത്? ഒബ്ജക്റ്റിന്റെ റെക്ടാങ്കിൾ പ്ലേറ്റ് ആണ്. റെക്ടാങ്കിൾ പ്ലേറ്റിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 50 mm into 20 mm. ഇനി അത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇൻക്ലൈൻഡ് ടു അറ്റ് 60 degree to HP. HP-യിൽ നിന്ന് 60 degree ചെരിഞ്ഞിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. തേർഡ് സ്റ്റേജിലോ 30 degree to the VP. നമ്മൾ നേരത്തെ ചെയ്ത അത് തന്നെയാണ്. ഡിഗ്രി ഇത് പറഞ്ഞിട്ടുണ്ട്. സർഫേസ് ആണ് 60 degree തിരഞ്ഞിട്ടുണ്ട്. സർഫേസ് ആണ്. രണ്ടാമത്തത് സ്മോൾ എഡ്ജ് ആണ്. റെക്ടാങ്കിളിന്റെ സ്മോൾ എഡ്ജ് ആണ്. ഇത് രണ്ടും വളരെ
ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. നമ്മൾ വരയ്ക്കാം. നമ്മൾ ആദ്യം റെക്ടാങ്കിൾ വരച്ചു. അത് HP ഇരിക്കുകയായതുകൊണ്ട് അതിൻ്റെ ABCD ഇതൊക്കെ മാർക്ക് ചെയ്തു. പോയിന്റുകൾ മാർക്ക് ചെയ്ത് മാറിപ്പോയത് 60 ഡിഗ്രിയിൽ ചെരിഞ്ഞു. ഇതിനെ 60 ഡിഗ്രി ചെരിച്ച് വരച്ചു. അടുത്ത റെഫറൻസ് പോയിന്റ് താഴെ മാർക്ക് ചെയ്തു. തേർഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുക. സ്റ്റേജിലേക്ക് എങ്ങനെയാണ്? 60 ഡിഗ്രി ടു ദ VP ആണ്. അതായത് മുകളിൽ വരുന്ന രീതിയിൽ തന്നെയാണ് VP ആണ്. ഇനി അതിൻ്റെ എലിവേഷൻ മുകളിൽ വരച്ചു. ഇവിടെ നിന്ന് റെഫറൻസ് ലൈൻസ് മാർക്ക് ചെയ്തു. പോയിന്റുകൾ മാർക്ക് ചെയ്യാണ്. വരച്ചു. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത പ്രോബ്ലം. റെക്ടാങ്കിൾ 15 to 20 നെഗ്ലിജിബിൾ തിക്നെസ്, സർഫേസ് ആണ് 60 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നത് HP ആൻഡ് സ്മോളർ സൈഡ് 32 BP. സെയിം അതുപോലെ തന്നെയുള്ള പ്രോബ്ലം തന്നെയാണ്. വരച്ചു. മനസ്സിലായി വരുന്നു. ടെക്സ്റ്റ് ബുക്കിലും റെഫർ ചെയ്യണം. ഇനി അടുത്ത സർക്കുലർ പ്ലേറ്റ്. സർക്കുലർ പ്ലേറ്റിൽ എന്ത് സംഭവിക്കാം? സർക്കുലർ പ്ലേറ്റിന്റെ തിക്നെസ് നെഗ്ലിജിബിൾ ആണ്. അതാണ് ലാമിന എന്ന് പറയുന്നത്. പിന്നെ 50 mm ഡയമീറ്റർ ആണ്. ആസ് ആൻ എലിപ്സ് ഇൻ ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂയിൽ എലിപ്സ് പോലെ ഇരിക്കുന്നത്. ഹാവിംഗ് ഇറ്റ്സ് മേജർ ആക്സിസ് 50 mm ആൻഡ് മൈനസ് 30 mm തന്നിട്ടുണ്ട്. ഡ്രോ ഇറ്റ്സ് ടോപ്പ് വ്യൂ. When the major axis of the ellipse is horizontal. Major axis horizontal ആണ്. Horizontal. Major axis horizontal ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ്? ഡയമീറ്റർ കണ്ടീഷൻസ് അപ്പിയർ ഓൺ എലിപ്സ് തന്നിട്ടുണ്ട്. ആൾസോ ഹാവ് കീപ്പിംഗ് മേജർ ആക്സിസ് ഹൊറിസോണ്ടൽ. ഇത്രയുള്ളതിന്റെ കണ്ടീഷൻസ് അങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം സർക്കിൾ ഒന്ന് വരച്ചു. സർക്കിൾ വരച്ചു. അതിന്റെ ഫ്രണ്ട് വ്യൂവും പ്ലാനും വരച്ചു. ഇനി മേജർ ആക്സിസ് മൈനർ ആക്സിസും വരച്ചു. എന്നിട്ട് ഈ പോയിന്റുകൾ നമുക്ക് റെഫർ ചെയ്യും. അതിനെ റെഫർ ചെയ്തപ്പോൾ എന്തായി? നമുക്ക് ഇത് വരയ്ക്കണമെങ്കിൽ എലിപ്സ് വരയ്ക്കണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു പോയിന്റ് കൂടി കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെക്ടാങ്കുലർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഇതിനെ 2 ഡിവൈഡ് ഇതിനെ നമ്മൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ എടുത്തു. 2 പോയിന്റുകൾ കിട്ടിയപ്പോൾ അവിടെ പോയിന്റ് കിട്ടി. ഉണ്ടോ? വരച്ചു കഴിഞ്ഞപ്പോൾ ആ പോയിന്റ് കിട്ടിയപ്പോൾ എലിപ്സ് വരച്ചു. നേരത്തെ പഠിച്ച മെത്തേഡാണ്. എലിപ്സ് വരച്ചു കഴിഞ്ഞപ്പോൾ എലിപ്സിന്റെ കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് താഴേക്ക് പ്രൊജക്ഷൻസ് വരച്ചു കഴിഞ്ഞിട്ട് ഇത് എത്ര ഡിഗ്രി ചെരിഞ്ഞെന്ന് പറഞ്ഞു? 53 ഡിഗ്രി ചെരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള രീതിയിൽ വരച്ചു. ഈ മാർക്കുകളെല്ലാം ഇവിടെ ചെയ്തപ്പോൾ അതിന്റെ ടോപ്പ് കിട്ടി. ഇനി നെക്സ്റ്റ് ഇതിന്റെ മേജർ ആക്സിസ് ഹൊറിസോണ്ടൽ ടു HP ആക്കി. ഇനി എന്ത് സംഭവിക്കും? ഈ ഇതിൽ നിന്ന് അങ്ങോട്ടുള്ള റെഫറൻസ് പോയിന്റുകൾ 1, 2, 3, 4, 5, 6, 7, 8 കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് ചെയ്തു. പേരുകൾ കൊടുത്തു. വരച്ചു. പ്ലാനും എലിവേഷനും. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ മാർക്ക്. അപ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഇതെങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്? 53 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് മേജർ ആക്സിസ് പാരലൽ ടു HP ആണ്. അതിനുശേഷം ഈ റെഫറൻസ് എടുക്കുന്നു. ഇതിന്റെ പ്ലാൻ കൂടി. നെക്സ്റ്റ് നമ്മൾ പറയാം. എലിപ്സ് വരയ്ക്കുന്നു. എലിപ്സ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് എലിപ്സ് വരയ്ക്കണമെങ്കിൽ ഈ ഇത് കിട്ടണമല്ലോ. മേജർ ആക്സിസും മൈനർ ആക്സിസും തന്നിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, മനസ്സിലായി കാണുന്നു. അടുത്തത്
ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് 12.2, 12.5, 12.6 ആൻഡ് 12.8 ഈ പ്രോബ്ലംസ് ഷീറ്റിൽ നല്ല നീറ്റായിട്ട് വരച്ച് മാർക്ക് ചെയ്യണം. എല്ലാ പേരുകളൊക്കെ കൊടുത്ത് ഏത് മെത്തേഡിലാണ് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിൻ്റെ ആ പ്രോബ്ലംസ് പല ടൈപ്പിലുള്ള ജാമിതി പഠിക്കാനുണ്ട്. റെക്റ്റാങ്കിൾ, സർക്കിൾ, അതുപോലെ തന്നെ പെൻഡഗൺ, ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതൊക്കെ വരച്ച് പഠിക്കും. അപ്പോൾ ഈ സെഷനിൽ ഇത്രയേ ഉള്ളൂ. ഇത് വരച്ച് എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.